നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ആഴ്ച ഭാഗ്യം കൂടെ ഉണ്ടാകുമോ? ജോലി, ധനം, കുടുംബം, പ്രണയം, ആരോഗ്യം, വിദേശയോഗം, വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ, ബിസിനസ്, പുതിയ അവസരങ്ങൾ, ഇവയെല്ലാം ഇന്ന് വിശദമായി നമുക്ക് നോക്കാം. വീഡിയോ മുഴുവൻ കാണുക. കാരണം ഈ ആഴ്ചയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം പല മേടം രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകാൻ സാധ്യത ഉണ്ട്. ഈ ആഴ്ച മേടം രാശിക്കാർക്ക് ഊർജവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മനസ്സിനെ അലട്ടിയിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായ പരിഹാരങ്ങൾ ലഭിക്കാൻ തുടങ്ങും. പല കാര്യങ്ങളിലും നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായ ദിശയിലേക്ക് പോകുന്നതായി കാണാം. ദേഷ്യവും എടുത്തുചാട്ടവും നിയന്ത്രിക്കേണ്ടത് ഈ വാരം അത്യാവശ്യമാണ്. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ ഈ ആഴ്ച നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ നിർണായകരമാണ്. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വാരമാണ്. നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു വാരമാണ്. ചിലർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും ചിലർക്ക് സ്ഥാനക്കയറ്റവും ആയി ബന്ധപ്പെട്ട ചർച്ചകളും ഈ വാരം പ്രതീക്ഷിക്കാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ഓഫീസിൽ സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വാരം ഉണ്ടായേക്കാം. സംസാരിക്കുന്ന ഓരോ വാക്കിലും ശ്രദ്ധ പുലർത്തേണ്ടത് ഈ വാരം ആവശ്യമാണ്. ബിസിനസ് ചെയ്യുന്ന മേടം രാശിക്കാർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. പുതിയ പങ്കാളിത്തങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് രേഖകൾ ഈ വാരം നന്നായി പരിശോധിക്കേണ്ടതാണ്. ചെറിയ നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടമാകാൻ ഈ വാരം സാധ്യത കാണുന്നു. ധനകാര്യത്തിൽ ഈ ആഴ്ച പ്രതീക്ഷിച്ചതിലും നല്ല പുരോഗതി കാണാം. ചില അപ്രതീക്ഷിത വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. എന്നാൽ അതോടൊപ്പം ചില അപ്രതീക്ഷിത ചെലവുകളും ഈ വാരം നിങ്ങൾക്ക് വന്നു ചേരാം. വരുമാനവും ചെലവും കൃത്യമായി നിയന്ത്രിക്കേണ്ടത് ഈ വാരം ആവശ്യമാണ്. കടം കൊടുക്കുമ്പോൾ ഈ വാരം നിങ്ങൾ ജാഗ്രത പാലിക്കുക. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ സാമ്പത്തികമായി സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായും കാണാം. ഏറെ നാളായി ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ ഈ വാരം പരിഹരിക്കപ്പെടും. മാതാപിതാക്കളുടെ അനുഗ്രഹം വലിയ ഭാഗ്യമായി ഈ വാരം മാറും. സഹോദരങ്ങളായി നല്ല ബന്ധം ഈ വാരം രൂപപ്പെടും. കുടുംബത്തിൽ ഒരു ശുഭവാർത്ത കേൾക്കാൻ ഈ വാരം സാധ്യതയുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട നല്ല വാർത്ത ഈ വാരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രണയ ജീവിതത്തിൽ ഈ വാരം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വാരമാണ്. ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ വാരം നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ വലിയ തർക്കമാകാതിരിക്കാൻ
പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന ഒരു വാരമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അധ്യാപകരുടെ പിന്തുണ ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. പഠനത്തിൽ സ്ഥിരത പുലർത്തിയാൽ ഈ വാരം മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമാണ്. ഉറക്കക്കുറവ്, തലവേദന, അമിത രക്തസമ്മർദ്ദം എന്നിവ ഈ വാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണക്രമം ക്രമീകരിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുക. രാവിലെ ചെറിയ വ്യായാമം ഈ ആഴ്ച ഏറെ ഗുണം ചെയ്യും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷകൾ ഈ വാരം ലഭിക്കും. വിദേശ ജോലി, പഠനം അല്ലെങ്കിൽ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ ഈ വാരം നിങ്ങൾക്ക് സാധ്യത കാണുന്നു. ആവശ്യമായ രേഖകൾ തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. ആത്മീയമായി ഈ ആഴ്ച വളരെ ഗുണകരമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വലിയ മാനസിക സമാധാനം ഈ വാരം നിങ്ങൾക്ക് നൽകും. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്താൻ കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമാകും. ഈ ആഴ്ചയുടെ നിങ്ങളുടെ ഭാഗ്യനിറം ചുവപ്പും മഞ്ഞയുമാണ്. ഭാഗ്യസംഖ്യ 9. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യദിനങ്ങൾ ചൊവ്വയും ഞായറും. ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു അവസരം അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിലെത്താൻ ഈ വാരം സാധ്യത കാണുന്നു. ആദ്യം അത് ചെറിയ അവസരമായി തോന്നിയാലും പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറാൻ ഇടയുള്ള ഒന്നാകും. ഈ ആഴ്ചയിൽ ലഭിക്കുന്ന ഓരോ അവസരവും നിങ്ങൾ ഗൗരവമായി കാണേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെ മേടം രാശിക്കാർക്ക് പുരോഗതിയും ആത്മവിശ്വാസവും ഭാഗ്യവും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ ആഴ്ച നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതിയ ജ്യോതിഷ വീഡിയോകൾക്കായി ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി. ശുഭദിനം.